ഒമാൻ തീരത്ത് വെച്ച് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവം അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ശക്തമായി എതിർത്താണ് ഇറാൻ രംഗത്തെത്തിയത്. കപ്പലിന് നേരെയുണ്ടായ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികരാണ് കൊല്ലപ്പെട്ടത്. വാണിജ്യ കപ്പലായ MD സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആരോപിച്ചത്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന അമേരിക്കയുടെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും സുരക്ഷാ ഏജൻസികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എപ്പോഴും സജ്ജമായിരിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിവിലിയൻ കപ്പലുകൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് IMO വ്യക്തമാക്കി. IMO സെക്രട്ടറി ജനറൽ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഇറാനുമായി വാരാന്ത്യത്തിൽ സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. യൂറോപ്പിൽ സമാധാന കരാർ ഒപ്പുവെക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒപ്പുവെക്കൽ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിനു പിന്നാലെ നാടകീയമായാണ് ട്രംപിന്റെ നീക്കം. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ രൂപപ്പെട്ടതായി വെളിപ്പെടുത്തിയ ട്രംപ് കരാർ ഒപ്പുവെക്കുന്നതോടെ ഹോർമൂസ് തുറക്കുമെന്നും അറിയിച്ചു. കരട് ധാരണാപത്രത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളിലും സമവായത്തിൽ എത്തിയെങ്കിലും അന്തിമ തീർപ്പായില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വെളിപ്പെടുത്തി. ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് മേഖലയിലെ നേതാക്കളുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. കുവൈറ്റ് എയർപോർട്ടിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ റഡാർ സംവിധാനത്തിന് തകരാർ സംഭവിച്ചതായുള്ള വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ബന്ദർ അബ്ബാസ്, ഖിഷം ദ്വീപ്, ജാസ്ക്, സിറിക്കി എന്നീ പ്രദേശങ്ങളിലും US ആക്രമണം നടത്തി. ഇതിനു മറുപടിയായി ബഹ്റൈനിലെ US 5-ാം കപ്പൽപ്പടയ്ക്ക് നേരെയും ജോർദാനിലെ US വ്യോമാക്രമണത്തിന് എതിരെയും IRGC മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തതോടെ ഹോർമൂസ് വഴിയുള്ള എണ്ണ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ഊർജ്ജ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയതായി ലോകബാങ്ക് ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് തുടർച്ചയായ 2-ാം ദിവസവും ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഇത് തങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടിയാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാന്റെ തെക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ തെഹ്റാനിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായും ആക്രമണം പൂർത്തിയായതായും US സൈന്യം അറിയിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് എല്ലാ കപ്പലുകളും മാറി നിൽക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ അടച്ചുപൂട്ടിയ കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണം നടത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ 2 ഘട്ടങ്ങളിലായി ശക്തമായ തിരിച്ചടി ആരംഭിച്ചു. മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള വിവിധ താവളങ്ങളിലായി ഏകദേശം 18 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ എയ്റോസ്പേസ് നാവികസേനകൾ സംയുക്തമായി ആക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $2 ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 2.47% ഉയർന്ന് ബാരലിന് $95.40 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 2.89% വർദ്ധിച്ച് $92.63 എത്തി നിൽക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച കരാറിൽ ഒപ്പുവെക്കാൻ ടെഹ്റാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ബോംബാക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും വെറും 64 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ 49 ടോമാഹോക്ക് മിസൈലുകളാണ് അമേരിക്ക വിന്യസിച്ചത്. പേർഷ്യൻ ഗൾഫിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ റഡാർ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ US യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.